ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് വിഷു ആയിട്ട് ഞങ്ങൾ ആദ്യം തന്നെ കണിയൊക്കെ കാണുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുക്കിയ ചെറിയ രീതിയിലുള്ള കണിയാണ്. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ കൃഷ്ണനെ കണിയൊക്കെ കണ്ടു കഴിഞ്ഞ് എന്താ പറയുക കൈനീട്ടങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എന്താ ചെയ്യുക, അടുക്കളയിലേക്കാണല്ലോ അല്ലേ. അപ്പോൾ രാവിലെ അടുക്കളയിൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ വിഷു ആയതുകൊണ്ട്. കുറേ ആൾക്കാരൊക്കെ ഭക്ഷണം കഴിക്കാൻ വരുന്നതൊക്കെ കൊണ്ട് നല്ല തിരക്കായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ സദ്യ ഉണ്ടാക്കൽ പരിപാടിയാണ്. അപ്പോൾ തലേന്ന് തന്നെ ഞങ്ങൾ കഷ്ണങ്ങൾ കട്ട് ചെയ്തുകൊണ്ട് വലിയ റിസ്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മയും ചേച്ചിയൊക്കെ സദ്യ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാവിലത്തെ ചായക്കടിയും കടിയൊക്കെ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലിയും ചട്നിയായിട്ട് ഉണ്ടാക്കിയത്. നല്ല ഇഡ്ഡലി നല്ല ചട്നി ആയിരുന്നു. അപ്പോൾ അതാകുമ്പോൾ വേഗം എളുപ്പത്തിൽ കഴിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കി. അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് ഫ്രഷായിട്ട് ഞാനിതാണ് എനിക്ക് കോടിയായിട്ട് എടുത്ത ഡ്രസ്സ്. ഇങ്ങനത്തെ ഒരു കുർത്തിയാണ് എടുത്തത് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ്. ഇട്ടപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു കുർത്തിയാണ് ഞാൻ എടുത്തത്. മോക്കും ഇതേപോലത്തെ ഒരു വേറെ ഡ്രസ്സാണ് എടുത്തത്. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ആ സമയം കുറേ ആയി. കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ടൈം കുറേ ആയി. അപ്പോഴത്തേക്കും നമ്മൾ എല്ലാം റെഡിയായി നമ്മളത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എന്താ പറയുക, അപ്പോഴത്തേക്കും എനിക്ക് നല്ല വിശന്നിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ ഓരോരുത്തരായിട്ടായി വരണം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സദ്യ ഇതാണ്, വിഷു സദ്യ. അപ്പോൾ എന്താ പറയുക, കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ, കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. എന്താ പറയുക, എന്നിട്ട് ഞങ്ങളങ്ങനെ ഇരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാ മോളിതാ മോക്ക് എടുത്ത വിഷു കോടിയാണിത്. അവൾക്ക് 2 ജോഡി ഉണ്ട്. ആദ്യത്തെ ഇതും പിന്നെ മറ്റേത് ഇട്ടിട്ടില്ല, അത് പിന്നെ ഇടണം. അങ്ങനെ ഞങ്ങളെന്താക്കി ഈ സദ്യ കഴിക്കാൻ ഞങ്ങളോട് ആദ്യം ഇരുന്നോളാൻ പറഞ്ഞു. അമ്മയൊക്കെ പിന്നെ ഇരുന്നോളാന്ന് പറഞ്ഞു. നിങ്ങൾ കഴിച്ചോന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പേര് ആദ്യം തന്നെ ഇരുന്നു കേട്ടോ. ആദ്യം തന്നെ അപ്പോൾ ഞാൻ എല്ലാവർക്കും വിളമ്പി കൊടുത്ത് സെർവ് ചെയ്തതൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ. അവൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കൂടുതൽ ചോറൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ മുമ്പത്തേരായി ഫുള്ളൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. കാണിക്കണ വിശപ്പുള്ളൂ, ഫുള്ളൊന്നും കഴിക്കുകയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ സാമ്പാറും എന്താ പറയുക അവിയലും പച്ചടിയും കിച്ചടിയും അതുപോലെ തന്നെ നല്ല പുളിയിഞ്ചിയും എന്താ പറയുക ഇതൊക്കെ കൂട്ടിയിട്ട് നല്ല ചോറ് കഴിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 തരം പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്ന് അടപ്രഥമനും പിന്നെ ഒന്ന് ചെറുപയർ പായസമാണ്. എനിക്കിഷ്ടം ചെറുപയർ പായസമാണ് കേട്ടോ. അങ്ങനെ അതാണ് കഴിച്ചത്. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ പോയത് എൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പം ഞാനും മോളും പോവുകയാണ്. ബസ്സിലാണ് പോകുന്നത്. ബസ്സൊക്കെ കുറവായിരുന്നു വിഷു ആയതുകൊണ്ട്. ഞങ്ങൾ എന്താ പറയുക നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ അമ്പലയിൽ എത്തണം. എൻ്റെ വീട് അവിടെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി. ബാക്കിയുള്ള കലാവിരുദ്ധാണ് ഈ കാണുന്നത് കേട്ടോ. അമ്പലയിൽ എത്തിയിട്ടുള്ള രാത്രിയത്തെ വിഷുവിൻ്റെ രാത്രിയത്തെ കോലാഹലങ്ങളാണിതൊക്കെ കേട്ടോ. എന്റെ കഴിഞ്ഞു. ഇത് കാണിക്കാം ഒരുമിച്ച്. എന്റെ അമ്മ ഇവിടെ വരെ എത്തി. നീ ഉണ്ടോ? അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഞങ്ങളെ വിഷു ഇങ്ങനെയായിരുന്നു. ഞങ്ങൾ നല്ലോണം അടിച്ചു പൊളിച്ചു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.